ചോദിക്കാനൊരു മടി, അതാ ചോദിക്കാതിരുന്നത്. സാറിനൊപ്പം ഒരു ഡിന്നറിന് വരിക പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനമുള്ള കാര്യമല്ലേ സാർ? സാറിന് എപ്പോ കാണണമെന്ന് തോന്നിയാലും എന്നെ വിളിക്കാം, സംസാരിക്കാം, കാണണമെങ്കിൽ കാണാം. അമ്മയുടെ അനുവാദം മാത്രം വാങ്ങിയാൽ മതിയല്ലോ എനിക്ക്. അങ്ങനെ എന്നും അമ്മയുടെ അനുവാദം മാത്രം ചോദിച്ചാൽ മതിയോ? പിന്നെ ഞാൻ വേറെ ആരോട് ചോദിക്കാനാ? ഐശ്വര്യക്കായിട്ട് ഒരാള് വേണ്ടേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. കല്യാണത്തിന്റെ കാര്യമാണോ സാർ ഉദ്ദേശിക്കുന്നത്? അതെ. എന്തൊക്കെയാ ഹസ്ബൻഡിനെ കുറിച്ച് ഐശ്വര്യയുടെ സങ്കല്പങ്ങൾ? എനിക്കങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നുമില്ല സാർ. എന്നെ നന്നായി സ്നേഹിക്കുകയും കെയർ ചെയ്യാനും പറ്റുന്ന ഒരാളാവണം. പിന്നെ ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അമ്മയെ സ്നേഹിക്കണം. പിന്നെ സ്വന്തം അമ്മയെന്ന് പറഞ്ഞാൽ മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരാളെയാ എനിക്ക് ഭർത്താവായിട്ട് വേണ്ടത്. എന്നെ കല്യാണം കഴിച്ചെന്ന് കരുതി അദ്ദേഹത്തിന്റെ അമ്മയോടുള്ള സ്നേഹം ഒരു തരി പോലും കുറയരുത്. എന്റെ സ്വന്തം അമ്മയെ പോലെ ഞാനും സ്നേഹിക്കും. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇത് ഞങ്ങളുടെ ഗിഫ്റ്റാണ് മാഡം. ഇവിടെ വരുന്ന കപ്പിൾസിനുള്ള ഗിഫ്റ്റാണ് മാഡം. യു ബോത്ത് ലുക്ക് റിയലി ഗുഡ് ആസ് എ കപ്പിൾ. I'm sorry sir. It's okay. ചെമ്പരത്തി ആവുമ്പോ തന്റെ എല്ലാ തള്ളുകളും കേട്ടുകൊണ്ടിരുന്നോളൂ, തിരിച്ചൊന്നും പറയില്ലല്ലോ. തനിക്ക് വിശക്കുന്നുണ്ടോ? ഇപ്പൊന്നും വേണ്ട, പിന്നീട് മതി. അയ്യടാ, തന്നെ തീറ്റിക്കാൻ ധൃതി പിടിച്ച് നടക്കുമല്ലേ ഞാൻ. രാവിലെ വെറും വയറ്റിലെ എന്റെ വായിലിരിക്കുന്നത് കേട്ട് വയറ് നിറയ്ക്കാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ചോദിച്ചോന്നേ ഉള്ളൂ. ഓ അങ്ങനെ. ഇന്നലെ ഇവിടുത്തെ സാറേ അപ്പൊ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ ഇപ്പൊ മൊട്ടച്ചായിട്ട് ഇവിടെ നിൽക്കായിരുന്നു. പിന്നെ ഞാനതിന് നിന്നു കൊടുക്കുമല്ലേ. എന്റെ മുടിയിലെങ്ങാനും തൊട്ടിരുന്നെങ്കിലേ കാണായിരുന്നു. ശരിക്കും കിട്ടിയില്ല ഇന്നലെ. അതിനേക്കാൾ കിട്ടിയത് തനിക്കല്ലേ. പടക്കം പൊട്ടുന്ന സൗണ്ട് അല്ലായിരുന്നോ? ഓ, നമ്മൾ ഇവിടുത്തെ ഏഴാം കൂലി, നിങ്ങൾ വലിയ ബന്ധുക്കളല്ലേ, അതുകൊണ്ട് നിങ്ങളെ തല്ലിയില്ല. എടോ, അതാ പറയുന്നത് രക്തം രക്തത്തെ തിരിച്ചറിയോന്ന്. സംഭവം രമാമ വെറുതെ എന്നൊന്ന് പേടിപ്പിച്ചതാ. രമാമയോ? ആ, അത് ഞാൻ മൊറ പറഞ്ഞു വിളിച്ചെന്നേ ഉള്ളൂ. മനസ്സിലെ സ്ഥാനം യക്ഷിയുടെ തന്നെയാ. ആ അമ്മയെ താൻ തന്നെ അങ്ങ് എടുത്തോ. തനിക്ക് പറ്റിയ അമ്മയാ അത്. താൻ പല്ലിച്ചായിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വിശപ്പില്ല. അതല്ല, തേക്കുമ്പോ അധികം അമർത്തണ്ട. ഇന്നലെ തടിയില്ലേ ആടിയിരിക്കുന്ന പല്ലുകളൊക്കെ പറഞ്ഞു പോവും. ഹലോ, താനായിരുന്നോ? അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല, അതാ ഞാൻ ഇവിടെ ഒന്ന് നോക്കാന്ന് കരുതിയത്. മൈൻഡ് ഒന്നും ശരിയല്ലടോ. അല്ല, മൈൻഡ് ശരിയല്ലാകാതിരിക്കാൻ പാകത്തിന് എന്തുണ്ടായി? നമ്മള് സാധാരണക്കാർക്ക് എപ്പോഴും പ്രശ്നങ്ങളാ. എന്റേത് വലിയ പ്രശ്നമാണെന്നേ ഉള്ളൂ. അതിനിടയിൽ ചിരിച്ചു നടക്കുന്നു, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ. തന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ താൻ ഇങ്ങനെ മൂടോട്ടോടെ ഇരിക്കുന്നത് കാണാൻ കൊള്ളില്ലടോ. താൻ എപ്പോഴും ഉഷാറായിട്ടിരിക്കുന്നത് കാണാനാ അതിന്റെ ഒരു ഭംഗി. തന്റെ മൂടോട്ട് ഞാൻ മാറ്റട്ടെ, ഇപ്പൊ ശരിയാക്കി തരാം. താനൊന്ന് കണ്ണടിച്ചേ. എന്തിന്? ആ, കണ്ണടയ്ക്കടോ. ആ, ഇനി ആ കൈയൊന്ന് നീട്ടിക്ക്. നീട്ടടോ.
ഓം ക്രീം കുട്ടിച്ചാത്ത. ഇനി കണ്ണു തുറന്ന് നോക്ക്. ഓ, രക്ഷപ്പെട്ടു. ഇത്രയും ദിവസം കയ്യിൽ വച്ചിരുന്നതിന് ഒരടി വരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്താ എന്നോട് ദേഷ്യായോ? ദേഷ്യമല്ല, പിന്നെ ഫോൺ ഇതുവരെ കിട്ടാതിരുന്നപ്പോഴേ ആരോ മോഷ്ടിച്ചോണ്ട് പോയെന്ന് കരുതി ഞാൻ ദേവിക്ക് മുന്നിൽ ഒരു നേർച്ച ഇട്ടായിരുന്നു. എന്ത് നേർച്ച? എടുത്തത് ആരായാലും 2 കൈയും 2 കാലൊടിയാനും പിന്നെ നട്ടെല്ല് പൊട്ടാനും കഴുത്തൊടിയാനും അയ്യോ, അങ്ങനെ ചെറിയ ചില ശിക്ഷകളൊക്കെ കിട്ടാനാ നേർച്ചയിട്ടത്. ഇതാണോ മോളെ ചെറിയ ശിക്ഷ? ഇതിലും ഭേദം മരിക്കാൻ പ്രാർത്ഥിച്ചൂടായിരുന്നോ? ഇപ്പൊ കിട്ടിയല്ലോ, ഞാൻ ദേവിയോട് പറഞ്ഞോളാം വെറുതെ വിട്ടേക്കാൻ. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. താനും നിന്ന്. ഞാനിപ്പോ വരാം. ആ.